യൂറോ കപ്പിന്റെ സെമി ഫൈനൽ ഫ്രാൻസിന്റെ ഗോൾ കീപ്പറെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് അവന്റെ ലോങ് റേഞ്ചർ വളഞ്ഞിറങ്ങിയത് ഗോൾ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കായ ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ്. 2 ദിവസങ്ങളുടെ തുടക്കമെന്ന അടുക്കുറിപ്പോടെയാണ് കൈക്കുഞ്ഞായിരുന്ന യമാലിനെ മടിയിൽ വെച്ചിരിക്കുന്ന ലയണൽ മെസ്സിയുടെ ചിത്രം യമാലിന്റെ പിതാവ് പങ്കുവച്ചത്. ഇടങ്കാലിന്റെ കരുത്ത്, അവിശ്വസനീയ ഡ്രിബിളിംഗ്, അസാമാന്യ വേഗം, ഗോളവസരം സൃഷ്ടിക്കാനും അർദ്ധവസരങ്ങൾ പോലും മുതലാക്കാനുമുള്ള ശേഷി, സെൻട്രൽ ഫോർവേഡായും റൈറ്റ് വിംഗറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കാനുള്ള മികവ്, വിശേഷണങ്ങൾ മെസ്സിയെ കുറിച്ചാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇനി ഇതെല്ലാം യമാലിന് കൂടി അവകാശപ്പെട്ടതാണ്. യൂറോ കപ്പിൽ കെട്ടഴിച്ച കളി അവനതിന് യോഗ്യനാക്കുന്നുമുണ്ട്. പലർക്കും ഈ പ്രായത്തിൽ ടൂർണമെന്റ് കളിക്കാൻ കഴിയുമെന്ന് തന്നെ സാധിക്കാത്തതാണ്. എന്നാൽ ഫൈനലിലേക്കും കിരീടത്തിലേക്കുമുള്ള സ്പെയിന്റെ പ്രധാന വഴിത്തിരിവിൽ ഒരാളായി മാറിയവനാണ് ഈ 17-കാരൻ. ലയണൽ മെസ്സിയുടെ ഇടങ്കാൽ മാജിക്കിനെ ഓർമ്മിപ്പിച്ച ഗോൾ, കരുത്തരായ ഫ്രാൻസിന്റെ കൊമ്പോടിച്ച ഗോൾ, ലാമിൻ യമാലിന്റെ 16-ാം വയസ്സിലെ അവസാന ഗോൾ, ആ ഒരൊറ്റ ഗോൾ മാത്രം മതി ലോക ഫുട്ബോളിലെ യുവരാജാവിന്റെ സ്ഥാനത്തിനുള്ള പോരാട്ടത്തിൽ അയാൾ കൂടിയുണ്ടെന്ന് തിരിച്ചറിയാൻ. ഇത്തവണ പിറന്നാൾ സമ്മാനമൊന്നും വേണ്ടെന്നാണ് യമാൽ അമ്മയടക്കം എല്ലാവരോടും പറഞ്ഞിരുന്നത്. കാരണം കരിയറിലെ ഏറ്റവും വലിയ സമ്മാനം അയാൾ നേടുമെന്ന് യൂറോയ്ക്ക് മുമ്പേ ഉറപ്പിച്ചതാണ്. ഇതിഹാസ യാത്രയിലേക്ക് യമാലിന്റെ കാലൊപ്പ് വെച്ചു കഴിഞ്ഞു. സാവിയും ബുസിയും ഇനിയസ്റ്റുമെല്ലാം അരങ്ങുവാഴുന്ന സുവർണകാലത്തിലേക്ക് പുതുതലമുറയിൽപ്പെട്ട പെഡ്രിയും ഗാവിയും യമാലും അടക്കമുള്ളവർ സ്പെയിനെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ.